നമസ്കാരം. യുകെയിലെ വിദേശ കേരളമാരുടെ ജീവിത ദുരിതങ്ങൾക്കും ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾക്കും ഉദാഹരണമാണ് രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങൾക്കൊപ്പം ഇന്ത്യൻ വംശജയായ യുവതി ആത്മഹത്യയ്ക്ക് ശ്രമിച്ച സംഭവം. ഇത് പറയുന്നത് മാധ്യമങ്ങളല്ല, ബ്രിട്ടനിലെ ഒരു കോടതിയാണ്. 31-കാരിയായ റോണ്ട മൈസ്റ്റീഷിന്റെ ആത്മഹത്യാ ശ്രമത്തെക്കുറിച്ചാണ് കോടതി ഈ പരാമർശം നടത്തിയത്. 2021 ഇവർ യുകെയിലെത്തിയത്. വിസ കാലാവധി തീരാറായി എന്നത് സംബന്ധിച്ച് ഹോം ഓഫീസിന്റെ മുന്നറിയിപ്പ് ലഭിച്ചതോടെയാണ് ഇവരുടെ മാനസിക നില തെറ്റിയത്. സൗത്താംപ്ടണിലെ കപ്താൻ പാലത്തിന് സമീപത്തുള്ള ഈച്ചൻ നദിയിലായിരുന്നു ഇവർ ആത്മഹത്യാ ശ്രമം നടത്തിയത്. കഴിഞ്ഞ ഒക്ടോബർ 26 നദിയിലെ തണുത്തുറഞ്ഞ വെള്ളത്തിലേക്ക് ഇവർ 2 കുഞ്ഞുങ്ങളുമായി ഇറങ്ങിപ്പോകുന്നത് കണ്ട 2 സ്കൂൾ വിദ്യാർത്ഥിനികൾ വഴിയാത്രക്കാരെ വിവരമറിയിക്കുകയായിരുന്നു. വഴിയാത്രക്കാരിൽ ഒരാൾ യുവതിക്ക് സമീപം നീന്തിയടുത്തപ്പോൾ കുഞ്ഞുങ്ങളെ അയാൾക്ക് കൈമാറാൻ യുവതി തയ്യാറായി. എന്നാൽ തന്നെ രക്ഷിക്കാൻ ശ്രമിക്കരുതെന്ന് അവർ അയാളോട് പറഞ്ഞു. ആ സമയം നദിയിലൂടെ സഞ്ചരിച്ചിരുന്ന ഒരു ബോട്ടിലെ യാത്രക്കാർ ഇവർക്ക് സമീപം ബോട്ടിലെത്തി. പറഞ്ഞ് സമാധാനിപ്പിച്ച് ബോട്ടിൽ കയറ്റി. തുടർന്ന് ചികിത്സയ്ക്കായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച യുവതിയെ ചികിത്സ പൂർത്തിയായതോടെ പോലീസ് അറസ്റ്റ് ചെയ്തു. വിസയുടെ കാലാവധി തീരുന്നതിനാൽ ഇവർ കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നു എന്ന് ഡോക്ടർമാർ പറയുന്നു. 2.5 വർഷത്തെ വിസയിലാണ് ഇവർ ബ്രിട്ടനിലെത്തിയത്. അത് അവസാനിക്കാറായതോടെ സ്പോൺസർഷിപ്പ് പുതുക്കാൻ 20,000 പൗണ്ട് തൊഴിലുടമ ആവശ്യപ്പെടുകയായിരുന്നു. പണം നൽകിയില്ലെങ്കിൽ വിസ റദ്ദാക്കുമെന്നും തൊഴിലുടമ ഭീഷണിപ്പെടുത്തി. തുടർന്ന് സെപ്റ്റംബർ 23 ഹോം ഓഫീസിൽ നിന്നുള്ള അറിയിപ്പ് ലഭിച്ചതോടെയാണ് വിസ റദ്ദ് ചെയ്ത വിവരം ഇവർ അറിയുന്നത്. ഇതോടെയാണ് ഇവരുടെ മാനസിക നില തകരുന്നതും ആത്മഹത്യാശ്രമം നടത്തുന്നതും. ആത്മഹത്യാശ്രമം കുറ്റകരമാണെങ്കിലും ഇവരെ ജയിലിലേക്ക് അയക്കില്ലെന്ന് ജഡ്ജി വ്യക്തമാക്കിയിട്ടുണ്ട്. സ്പോൺസർഷിപ്പ് വിസകൾക്കായി പണം നൽകുന്നതിനുള്ള സമ്മർദ്ദങ്ങളുടെ നേർക്കാഴ്ചയാണ് ഈ സംഭവമെന്ന് ജഡ്ജി പറഞ്ഞു.